ആദ്യം ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ബംഗളൂരു കഫേയിൽ സ്ഫോടനത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞെന്ന അന്വേഷണ സംഘം. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. സ്ഫോടനം നടത്തും മുമ്പ് പ്രതി ഭക്ഷണം ഓർഡർ ചെയ്തെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മനേഷ് മൂർത്തി ചേരുന്നു. മനേഷ്, CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രതി ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പിടിയിലാണെന്ന സൂചനയുണ്ടോ? സുഹൈൽ, ആ രീതിയിലുള്ള സൂചനകളില്ല. പക്ഷെ കൃത്യമായി പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്ന വിവരം. കുറച്ച് സമയം മുമ്പ് ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് കൃത്യമായി പ്രതി ആരാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇന്ന് തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് പോലീസിന്റെ ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. മാത്രമല്ല, ഈ പ്രതിക്കെതിരെ UAPA ചുമത്തിയിട്ടുണ്ട് എന്നൊരു കാര്യവും അന്വേഷണ സംഘം പറയുന്നുണ്ട്. നമുക്കറിയാം, ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ കഫേയിൽ സ്ഫോടനം നടക്കുന്നത്. ആ സ്ഫോടനത്തിന് തൊട്ട് മുമ്പുള്ള CCTV ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ ഇയാൾ വരുന്നതും അയാൾ ഈ ഭക്ഷണം ഓർഡർ ചെയ്യുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് കണ്ടെത്തുകയും കൃത്യമായ ആളെ, അതായത് കൃത്യം നിർവഹിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ചത്. അത് കൃത്യമായി തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് എന്തായാലും പറയുന്നത്. വളരെ വേഗത്തിൽ തന്നെ പ്രതിയെ കണ്ടെത്താനാകും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനാകും എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും UAPA ചുമത്തിയിട്ടുണ്ട്. ആൾക്കെതിരെ, ഈ പ്രതിക്കെതിരെ UAPA ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ ഒരു കഫേ സ്ഫോടന കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു പോലീസ്. അത് വളരെ വേഗത്തിൽ തന്നെ അറസ്റ്റിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന സൂചനകൾ. മനേഷ്, ഇന്റൻഷനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? സുഹൈൽ, ആ രീതിയിലുള്ള വിവരങ്ങളൊന്നും തന്നെ പോലീസ് പങ്കുവെക്കുന്നില്ല. കാരണം നേരത്തെ തന്നെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റൊരു കാര്യം, അതായത് ഈ തരത്തിലുള്ള അട്ടിമറി ശ്രമം എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. പക്ഷേ അപ്പുറത്ത് ഈ ബിസിനസ്, അതായത് കച്ചവടക്കാർ തമ്മിലുള്ള ഒരു വൈരാഗ്യം അല്ലെങ്കിൽ ഈ കച്ചവടത്തിലുള്ള പ്രശ്നങ്ങൾ അതും പരിശോധിക്കുന്നുണ്ട് എന്ന് DK ശിവകുമാർ പറഞ്ഞിരുന്നു. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് കൃത്യമായിട്ടുള്ള ലക്ഷ്യം, എന്തായിരുന്നു ഇയാളുടെ ലക്ഷ്യം എന്നുള്ളത് ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല. അല്ലെങ്കിൽ പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ കൃത്യമായി തന്നെ പോലീസ് എന്തായാലും പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അയാൾ ഓർഡർ ചെയ്ത ഭക്ഷണ വിഭവം ഉൾപ്പെടെ പോലീസ് എന്തായാലും പറയുന്നുണ്ട്. റവ ഇഡ്ഡലിയാണ് അയാൾ ഓർഡർ ചെയ്തത് എന്ന് കൃത്യമായി തന്നെ പോലീസ് പറയുന്നു. അതിനുശേഷമാണ് അത് ഓർഡർ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കൃത്യം നടത്തുകയും ചെയ്തിട്ടുള്ളത് എന്നൊക്കെ വളരെ കൃത്യമായി തന്നെ എന്തായാലും പോലീസ് CCTV ദൃശ്യങ്ങൾ, അത് കടയ്ക്കകത്തുള്ളത് മാത്രമല്ല പുറത്തുള്ള CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, UAPA ചുമത്തിയിട്ടുണ്ട്. ഇനി വളരെ വേഗത്തിൽ അയാളിലേക്ക് എത്തുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ പറഞ്ഞ രീതിയിൽ IG-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മാത്രമല്ല NIA അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആഭ്യന്തര സെക്യൂരിറ്റി ഓഫീഷ്യൽസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ ഒരു പരിശോധന ഇന്നിപ്പോൾ അവിടെ ആ കഫേയിൽ നടന്നിട്ടുണ്ട്. മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. ഇനി അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണോ സാധ്യമാവുക? മറ്റു വാർത്തയിലേക്കാണ്.